കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നു. രുചിയുണ്ടോ? ഇതാണ്ട് ഓല നമ്മുടെ വീണ് കിടക്കുന്ന തെങ്ങ് കൊണ്ട് ആ ചെവിട്ടിൽ നിന്നാണ് എങ്ങനെയോ വീണാണ്. കൂമ്പാട്ടോ കുറച്ചും കൂടെ സെറ്റ് സാധനം ആണോ, അടിപൊളി സാധനം. ഇത് ഇതിനകത്തൊരു ചെറിയ കൂമ്പുണ്ട്. ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ്. ഈ ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഞാൻ എന്തായാലും തിന്നുകയാണ്. അപ്പോൾ ഇത് ഞാൻ തിന്ന് കാണിക്കാം. നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അവിടെ ഹായ് മച്ചാമാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തെങ്ങ് മറിഞ്ഞ് വീണു. ഈ തെങ്ങ് മറിഞ്ഞ് വീഴുമ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതായത് മണ്ട പോയ തെങ്ങല്ല, മണ്ട അത്യാവശ്യം മണ്ടയൊക്കെ ഉള്ള ഒരു മൂളയൊക്കെ ഉള്ള തെങ്ങെന്ന് പറയത്തില്ല, മണ്ടയുള്ള തെങ്ങിനകത്തൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ട വെട്ടി ഇതിനകത്ത് കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ കുറുക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ അതിനകത്ത് കുറേ എന്താ പറയുക, ഓലക്കാല് കാണും, ചൂട്ട് കാണും, കൊതുമ്പ് കാണും. ഇതൊക്കെ നമുക്ക് തിന്നുമ്പോൾ പ്രത്യേക ഒരു മധുരമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ആരും ഇതൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ആക്കണമെന്നൊരു തോന്നൽ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ്. പിന്നെ ആ വീണ തെങ്ങിൻ്റെ മണ്ടയൊക്കെ ഒടിഞ്ഞ് മാറി കിടക്കുവാണ്. അതിനകത്ത് ഇനി എന്താ പറയുക, പിന്നെ മണ്ട ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ തെങ്ങിൻ്റെ മണ്ടയൊക്കെ ഒന്ന് വെട്ടിക്കൊണ്ടുവരാം. ഇതാട്ടോ നമ്മുടെ വീണ് കിടക്കുന്ന തെങ്ങ് കൊണ്ട് ആ ചെവിട്ടിൽ നിന്നാണ് എങ്ങനെയോ വീണാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ട അങ്ങ് അറ്റത്ത് കിടപ്പുണ്ട്, അതും പൊട്ടി കിടക്കുവാണ്. നമുക്കത് വെട്ടിക്കൊണ്ട് വരാം. ഇനി അതിൻ്റെ മേലെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മൊബൈലും കൊണ്ട് തറയെ വീട് ആപ്പാടെ വീടെടുക്കാനൊരു മൊബൈലേ ഉള്ളൂ. ഇഷ്ടമാണ് പരിപാടി. വൃത്തിയുടെ ചൂടാട്ടോ. ഇതാണ് നമ്മുടെ മണ്ട. ചെറിയൊരു മണ്ടയാണ്, അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ കൂമ്പ് അമ്മ പറഞ്ഞാൽ എടുക്കണമെന്ന്. ഇത് അതിൻ്റെ കുറുക്കാൻ കൊള്ളാം. ഈ കൂമ്പാന്ന് വെച്ചാൽ ഈ കൂമ്പ് കുറുക്കാൻ കൊള്ളാം കേട്ടോ. സെറ്റപ്പാണ്. വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, മൊബൈൽ ചൂടാവും. ഇപ്പം ഭയങ്കര ചൂട്. നമുക്ക് ഇവനെ തൂക്കി നേരെ കരയ്ക്കുക. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ചൂട്. അവിടെ നിന്ന് വെട്ടാൻ വയ്യാത്തതുകൊണ്ടാണ് അത്ര ചൂടാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല. ഇതൊന്നുമല്ല, വലിയ തെങ്ങൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, മരം മുറിക്കാൻ പോകുന്നത് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞു ഹെവി സാധനം കിട്ടും. ഇതേ തട്ടി വൃത്തിയായിട്ട് സമയം എടുക്കും. ചെയ്യേണ്ട ഈ കൂമ്പാട്ടോ കുറച്ചും കൂടെ സെറ്റ് സാധനം ആണോ, അടിപൊളി സാധനം. ഇത് നമുക്ക് അമ്മയെ കൊണ്ട് കുറുക്കിക്കാം. കണ്ടേ, രണ്ടെണ്ണം ആയിട്ടുണ്ട്, ഇനിയും കാണും. നമുക്ക് നോക്കാം. അയ്യോ, ഇതുണ്ടോ, ഇത് കൊച്ചു തെങ്ങായണ്ടല്ലേ, വലുതാ ഇഷ്ടമുണ്ടേ. ഒന്ന് കുറുകാൻ നല്ലതാ. മധുരമായി തുടങ്ങി. ലെവൽ സാധനം. ഓ, ഇത് തിന്നിട്ടുള്ളവരുടെ കമൻറ്റ് ചെയ്യണേ. ഇതിനകത്താണ് സാധനം ഇരിക്കുന്നത്. നമുക്ക് വീട്ടിൽ പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു മണ്ടയാണ്. ഇതിൻ്റെ പകുതിക്ക് നമുക്ക് കട്ട് ചെയ്ത് മുറിക്കാം. ചെല്ലി കുത്തിയ വാടയുണ്ട്. ഭഗവാനെ, ഓപ്പണാക്കാൻ പോവുക, എന്തെങ്കിലുമൊക്കെ കാണണേ. ഇതിലേക്ക് കാണുന്ന പറയുമ്പോൾ ചെള്ളം കറങ്ങുന്നു. അടുത്ത് കുഴപ്പമില്ലടാ, അത്യാവശ്യമുള്ള സംഭവങ്ങളുണ്ട്. ഒരു മിനിറ്റ്, അമ്മയുടെ ഒരു പാത്രം തരാൻ പറയാം. അമ്മയൊരു പാത്രം തന്നേ.
എടുത്തോ. ഇതൊരു മടൽ സെറ്റാട്ടോ. ഇതൊരു ചെറിയ കൂമ്പുണ്ട്. ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ്. ഇതൊരു കൂമ്പുണ്ടോ, ചെറിയൊരു കൂമ്പ്. ഓ, ഇന്നത്തെ ചൂട് ഭയങ്കര കേട്ടോ. നിങ്ങൾ ആരൊക്കെ ചൂടുണ്ടോ? എല്ലാവരും വിയർത്ത് ഊപ്പാട് വിചാരിക്കുമല്ലേ. ഇതൊക്കെ സെറ്റ് സാധനങ്ങളാണ്. ചൂട്ട്, കൊതുമ്പ്, മടൽ ഇങ്ങനെ ഒടിയും. അതാ ഉപ്പിടുവാണ്. ഇവിടെ വരെ കൊള്ളാം, ഇത് കൊള്ളത്തില്ല. ഇനിയാണ് ഏറ്റവും ഫേവറേറ്റ് സാധനം എൻ്റെ ഓല. മടൽ ഇത്രയാണ് നമുക്ക് ആ തെങ്ങിന് കിട്ടിയ എന്താ പറയുക കൂമ്പ്. എല്ലാം കൂടെ ഒന്നിക്കുന്നൊരു പീസാണ്. ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഞാൻ എന്തായാലും തിന്നുകയാണ്. അപ്പോൾ ഇത് ഞാൻ തിന്ന് കാണിക്കാം. നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ആണ്ടേ, ഓ നല്ല രുചിയാണ്. ഇത് തിന്നാത്തവരായിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. എന്നും പറഞ്ഞ് നാളെ പോയിട്ട് അധീക്ഷണം പറഞ്ഞ് തെങ്ങിൻ്റെ മണ്ട ഉള്ളതെന്നും പറഞ്ഞ് വല്ലവൻ്റെ പറമ്പിൽ കയറി തെങ്ങെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ മണ്ട ഇന്നലെ അങ്ങനെ വീണ് കിടക്കുന്നതോ അല്ലെങ്കിൽ മരം മുറിപ്പുകാർ മുറിക്കുന്ന സ്ഥലങ്ങളിലോ പോയി നിങ്ങൾക്കിത് കളക്ട് ചെയ്യാം കേട്ടോ. കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നു. തെങ്ങിന്റെ കൂമ്പ് തിന്നോക്കെ. രുചിയുണ്ടോ? നല്ല രുചിയാണ്. ഇതാണ് ഓല. കൊള്ളാം. നീ ഇഷ്ടപ്പെട്ടു. ഇതെന്തോത്തിനത്? ഞാൻ പറഞ്ഞൊരു കൊച്ചു കൂമ്പ്, ആരും എടുത്തില്ല. ഇതെന്തോത്തിനാ കൊടുക്കണ്ടേ? ചീനി എന്തുവാ? ഇളക്കുവാന്നോ പുഴുങ്ങുവാന്നോ? എന്നാ ഇവിടെ തിന്നോ, മതി മതി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മമ്മയുടെ പഴയ മുറങ്ങളാ. പ്രസാദോ എന്തിൻ്റെയാ? അങ്ങനെ വന്നപ്പോ ഞാൻ ഇല്ലായിരുന്നു. വന്ന വഴിയാ അവര് കവറിനകത്ത് ഇച്ചിരി കൊണ്ടുവന്നത്. അപ്പം അങ്ങ് കൊണ്ടുവന്നു. ഞാനത് അവിടെ കുറച്ച് കൊടുത്തേക്കും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് നിങ്ങൾ ഇരിക്കുന്നത് കണ്ടത്. കരണ്ടി നമ്മുടെ മരിച്ചുപോയ അപ്പൂപ്പന് ബലിയിടാൻ കുറച്ചും പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന അമ്മൂമ്മ പ്രസാദം കുറച്ചേ ഉള്ളൂ. നല്ല പാൽപ്പായസമാണ്. നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കിയാലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പാൽപ്പായസം രുചി അതൊന്നും വേറെ കേട്ടോ. അമ്മ നമ്മുടെ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കട്ടിയായിരിക്കും കണ്ട, കുറച്ചെടുക്കുന്നുണ്ട്. അമ്മ ഉച്ചയ്ക്ക് കിടന്നു അമ്മ ഡിസ്റ്റർബ് ചെയ്താൽ അത് കഴിച്ചു നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കൂമ്പിൻ്റെ കുറുക്ക്. നല്ല ടേസ്റ്റ് കേട്ടോ. പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാമായിരുന്നു. അത് അമ്മ ഉണ്ടാക്കിയത്. അമ്മ ഉറങ്ങുന്ന അമ്മ തുടങ്ങിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മച്ചാന്മാരെ, ഭയങ്കര ടേസ്റ്റാണ്. നമുക്കതൊരിക്കലും ഒരു വീഡിയോയ്ക്കകത്തൂടെ ഇങ്ങനെ കാണിച്ചു തന്നാലും നിങ്ങൾക്കത് എത്രമാത്രം അതിൻ്റെ രുചി കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കുറേ ഈ മരം വെട്ടും മരം മുറിക്കുന്നതൊക്കെ അങ്കിളുമാർ കാണും. പുള്ളിയുടെ അടുത്തൊക്കെ പറയാമെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുതരും. ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് കേട്ടോ. ഇതൊക്കെ കുറുക്കാം. എന്താ പറയുക, കുറേ പണ്ടൊക്കെ എന്തൊക്കെയോ ഈ ഗർഭിണികളൊക്കെ പ്രസവം കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഇതൊക്കെ കുറുക്കി കൊടുക്കുകയും എന്തൊക്കെയോ കലാപരിപാടികൾ ചെയ്യാറുണ്ട്. എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറുക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ചിലപ്പോൾ അത് ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.
ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ചക്കി എപ്പോഴും നമ്മുടെ പുറകെ കാണും. നേരെ ഇരുത്തിലോട്ട് നോക്കേ, ഡി ചക്കി ചക്കി ഇത് പറയേ, ഞാൻ അവിടെ കിടക്ക് വന്നു. അപ്പം പറഞ്ഞ പോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.